ശബരിമല വിവാദത്തിൽ അന്വേഷണം ആരംഭിച്ച ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ADGP എച്ച് വെങ്കടേഷ് സന്നിധാനത്തെത്തി സ്ട്രോങ് റൂം പരിശോധിച്ചു. അതേസമയം ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗവും ഉടൻ ചേരും. ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ചയിൽ വരും. 2019 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകളും പരിശോധിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സാരംഗ്, ഈ വിഷയത്തെ രണ്ടായി പരിശോധിക്കാം. ആദ്യം ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം SIT അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേൽനോട്ട ചുമതലയുള്ള ADGP സന്നിധാനത്തെത്തി സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ, അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ വിവാദത്തിൽ ഈ ദേവസ്വം വിജിലൻസ് ഒരു പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. ADGP എച്ച് വെങ്കടേഷിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ തലവനായിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ സംഘം ഇന്നലെ അന്വേഷണത്തിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഈ ശബരിമലയിലെത്തി സന്നിധാനത്തെത്തി സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചു. ഇനി അടുത്ത നടപടി എന്നോണം ഇവർ തലസ്ഥാനത്തെത്തും. ഉടനെ തന്നെ ഈ വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ തലസ്ഥാനത്തെത്തും. അതിനുശേഷം അടിയന്തരമായ ഒരു യോഗം ചേരും. ഈ യോഗത്തിലടക്കം ഇതുവരെ വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് പരിശോധിക്കും. അതിനുശേഷം ഈ വിജിലൻസ് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടും കൂടി പരിശോധിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉടൻ അന്വേഷണം ആരംഭിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ സംഘം തലസ്ഥാനത്തെത്തിയേക്കും. അതിനുശേഷം ഒരു യോഗം ചേർന്നേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, തീർച്ചയായും അതിന് മുന്നോടിയായിട്ടാണല്ലോ ഇപ്പോൾ ഈ ADGP സന്നിധാനത്തേക്ക് പോയതും സ്ട്രോങ് റൂം പരിശോധിച്ചതും. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഏറ്റവും വലിയ വിവാദ കഥാപാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ, അയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുമെന്നാണ് ഞാൻ അറിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട നടപടികളിലേക്കായിരിക്കുമോ ആദ്യം അന്വേഷണ സംഘം കടക്കുക? സാരംഗ്, തീർച്ചയായിട്ടും ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായൊരു നടപടി പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതുവരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ, വരുമാന സ്രോതസ്സുകൾ, മറ്റ് വട്ടിപ്പലിശ ഇടപാടുകൾ, അതുപോലെ തന്നെ തലസ്ഥാനത്തുൾപ്പെടെ ഏതാണ്ട് 30 കോടിയിലധികം ഭൂമിയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങളിൽ അടക്കമുള്ള, അതായത് എല്ലാ വിഷയങ്ങളും സംബന്ധിച്ച് വരുമാന സ്രോതസ്സ്, മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘവും വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ ഇടപെടലുകളെയും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെയും കുറിച്ചുള്ള അന്വേഷണവും എന്തിനായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ കേസിൽ ഇന്നലെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തരത്തിലുള്ള ചെയ്തു നൽകിയെന്നുള്ള വിവരങ്ങളും ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതായത് 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് എന്നിവർ വഴിവിട്ടിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയെന്ന വിവരങ്ങൾ ഇത്തരത്തിൽ ഈ വിജിലൻസിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. അത് ഇന്നലെ കൈരളി TV പുറത്തുവിട്ടിരുന്നു. ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ കുറിച്ചുള്ള വ്യക്തത ഇതിനോടൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകും. അതുപോലെ തന്നെ ഈ മുൻപും ഈ മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് വഴിവിട്ട ഇടപാടുകൾ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 2024 ഈ പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു കത്ത് ഈ മുരാരി ബാബു ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ അടിസ്ഥാനമാണ്. അത്തരത്തിൽ വളരെ തികച്ചും ഔദ്യോഗികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിസാരം എന്ന മട്ടിൽ ഇത്തരത്തിൽ ഹൈക്കോടതിക്ക് ഒരു കത്ത് നൽകുക, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുക. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഹൈക്കോടതി അതിൽ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ശബരിമലയിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഇടപെടലുകൾ ഏത് വിധേനയായിരുന്നു എന്നുള്ള കാര്യം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സാരംഗ്, അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട യോഗം ഇന്ന് ചേരുന്നത്. സ്വാഭാവികമായും ആ യോഗത്തിൽ ഈ പറയുന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ചർച്ചയാകുമെന്നാണ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ചുള്ള കണ്ടെത്തലുകളെല്ലാം അതിലുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ നടപടി അടക്കമുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാണാൻ കഴിയുമോ? അതിൽ 2 പേരെ വിരമിച്ചു,
ഒരാൾ ഇപ്പോഴും സർവീസിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുണ്ട്. അപ്പോൾ നടപടിയുടെ സാധ്യത പരിശോധിക്കപ്പെടുമോ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിർണായകമായ ഒരു യോഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഇതുവരെയുള്ള വിഷയങ്ങൾ, അതായത് ഈ വിവാദങ്ങളിൽ തുടർന്നുള്ള എല്ലാ ചർച്ചകളും ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകും. അതുപോലെ തന്നെ ഇതുവരെയുള്ള പ്രാഥമിക റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസ് ഈ കേസിൽ സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് കൂടി പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും ഒരു യോഗമുണ്ടായിരിക്കും, അതിലും ഈ അന്തിമ റിപ്പോർട്ട് കൂടി പരിശോധിക്കും. എന്തുതന്നെയാലും ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അതുപോലെ തന്നെ ഈ വീഴ്ച വരുത്തിയിട്ടുള്ള 3 ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ശുപാർശ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള, അതായത് ഈ രേഖകളിൽ എങ്ങനെ ഈ സ്വർണ്ണമായിരുന്ന വസ്തു അല്ലെങ്കിൽ പാളി രേഖകളിൽ എങ്ങനെ ചെമ്പാക്കി മാറ്റി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ആ കാര്യം കൂടി ഇന്ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഉൾക്കൊള്ളിക്കും. അതിന്റെ ഭാഗമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അതിൽ 2 പേർ വിരമിച്ചു, ഒരാൾ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശുപാർശ കൂടി ഇന്ന് നടക്കുന്ന ഈ അടിയന്തര യോഗത്തിൽ നടക്കും. എന്തിനാലും ഈ വിഷയത്തിൽ യോഗത്തിന് മുന്നോടിയായിട്ട് തന്നെ ദേവസ്വം പ്രസിഡന്റ് പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ ഭഗവാന്റെ സ്വർണം കട്ടത് ആരാണെങ്കിലും ശക്തമായ നടപടി ഉണ്ടാകും. ഉപ്പ് തിന്നവർ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചർച്ച ചെയ്യുമെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിഷയത്തിൽ തുടക്കം മുതൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. സ്വർണം കട്ടുകൊണ്ടുപോയത് ആരാണെങ്കിലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ആ നടപടികൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ പരിശോധിക്കുന്നുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാവും. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പെണ്ണായാലും സ്വർണമായാലും കട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അതനുസരിച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു.